ഹലോ ഓൾ. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇന്ത്യയിലത്തെ എഡ്യൂക്കേഷൻ്റെ ലെവൽസാണല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ പ്രൈമറി പ്രീ പ്രൈമറി ലെവലിൻ്റെയൊക്കെ പറഞ്ഞു. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോണ ലെവൽസാണ് സെക്കൻഡറി, സീനിയർ സെക്കൻഡറി, ഹയർ എഡ്യൂക്കേഷൻ. ഈ 3 ലെവലിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. അപ്പോൾ അത് നമ്മൾ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു അടിത്തറയാണ് അല്ലേ. അതായത് നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ നേഷൻ്റെ പ്രോഗ്രസ്സിന് വേണ്ടിയിട്ടുള്ള ഒക്കെ ഒരു അടിത്തറയാണ് എന്ത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എഡ്യൂക്കേഷനിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സ്റ്റേജസാണ് സെക്കൻഡറി, സീനിയർ സെക്കൻഡറിയും ഹയർ എഡ്യൂക്കേഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ പ്രസൻറ്റേഷനിൽ നമ്മൾ മെയിനായിട്ട് സെക്കൻഡറി എഡ്യൂക്കേഷൻ്റെ സാധ്യതകളും അതുപോലെ ആക്ടിവിറ്റീസ് അതുപോലെ പരിമിതികളൊക്കെയാണ് പറയുന്നത്. പിന്നെ ഹയർ സെക്കൻഡറിയുടെ സ്ട്രക്ചർ അതുപോലെ ജോലി സാധ്യതകൾ പ്രശ്നങ്ങളൊക്കെയാണ് പറയുന്നത്. അതുപോലെ ഹയർ എഡ്യൂക്കേഷൻ്റെ ആണെങ്കിൽ അതിൻ്റെ ഗ്രോത്ത്, UGC എന്താണ്, പിന്നെ പ്രോബ്ലംസും സജഷൻസും ഒക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ഈ സ്റ്റഡിയുടെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് എന്താണ്, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്, പിന്നെ പ്രോഗ്രസീവ് ലേണിംഗ് ഒക്കെയാണ്. അതുപോലെ തന്നെ സോഷ്യലും എക്കണോമിക് പ്രോഗ്രസ്സിനെ കുറിച്ചിട്ട്, പിന്നെ മാക്സിമം ഇന്നീക്വാലിറ്റി റെഡ്യൂസ് ചെയ്യുക, അതുപോലെ പബ്ലിക് ഹെൽത്ത്, വെൽബീയിങ്ങിനൊക്കെ വേണ്ടിയിട്ട്, അതുപോലെ വർക്ക് ഫോഴ്സ്, എക്കണോമിക് ഗ്രോത്തിന്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ട് വരുന്ന ഒബ്ജക്റ്റീവ്സ്. ഇനി സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറി എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത സ്റ്റേജാണ് എന്ത് സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്ന് പറയുക. മെയിനായിട്ട് ക്ലാസ് 9 to 10 ഒക്കെയാണ് അതിൽ മെയിനായിട്ട് വരിക. അപ്പോൾ ഇതിലുള്ള ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളെന്ന് പറയുന്നത് മെയിനായിട്ട് അഡോളസൻസ് ഏജിലുള്ളവർക്ക് ആയിരിക്കും. അതായത് 14 മുതൽ 16 വയസ്സ് വരെ ഉള്ള കുട്ടികളായിരിക്കും സെക്കൻഡറി എഡ്യൂക്കേഷനിൽ വരിക. അപ്പോൾ ഇവർ മെയിനായിട്ട് എന്താണ്, ഹയർ ലേണിങ്ങിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളായിരിക്കും. പോരാത്തതിന് ഹയർ സ്റ്റഡീസ് അല്ലെങ്കിൽ എന്തെങ്കിലും വൊക്കേഷണൽ കോഴ്സസ്, ജോലി സംബന്ധമായ എന്തെങ്കിലും കോഴ്സിനൊക്കെ വേണ്ടിയിട്ട് ആ ഒരു ലെവലിലേക്ക് കടക്കാൻ തുടങ്ങുന്ന ആ ഒരു ഉള്ള സ്റ്റുഡൻസ് ആയിരിക്കും ഇതിൽ മെയിനായിട്ട് വരിക. ഇനി സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പോൾ നമ്മൾ പറഞ്ഞു പ്രൈമറി എഡ്യൂക്കേഷൻ കഴിഞ്ഞ് വരുന്ന ഒരു സ്റ്റേജാണെന്ന് പറഞ്ഞു. അതായത് ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് കുട്ടികളെ പ്രിപ്പയർ ചെയ്യുക. അത് സ്റ്റഡീസിന് അക്കാഡമിക് കാര്യത്തിന് വേണ്ടി മാത്രമല്ല, അതേപോലെ കരിക്കുലർ അല്ലാണ്ട് കോ കരിക്കുലർ ആക്ടിവിറ്റീസിനും കൂടി ഇത് പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു എയിമാണ് ഇത് മെയിനായിട്ട് വരുന്നത്. ഇനി ഇതിൻ്റെ ചലഞ്ചസ് മെയിനായിട്ട് വരുന്നത്, ഇത് എല്ലാവർക്കും ഒരേപോലെ ലഭിക്കുന്നുണ്ടോ, എല്ലാ സ്ഥലത്തും ഒരുപോലെ കിട്ടുന്നുണ്ടോ, അതുപോലെ അതിൻ്റെ ക്വാളിറ്റി, ആ ഒരു ക്വാളിറ്റി എല്ലായിടത്തും ഒരുപോലെയാണോ, അതുപോലെ സൗകര്യങ്ങളുണ്ടോ, ഇതൊക്കെയാണ് നമ്മൾ സെക്കൻഡറി എഡ്യൂക്കേഷൻ്റെ മെയിനായിട്ട് സെക്കൻഡറി എഡ്യൂക്കേഷൻ നേരിടുന്ന ഒരു ചലഞ്ചസ് എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ പറഞ്ഞു കരിക്കുലർ ആക്ടിവിറ്റീസ് മാത്രമല്ല, ഇത് കോ കരിക്കുലർ ആക്ടിവിറ്റീസിനെയും പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലേ. അതായത് നമ്മുടെ ഇമാജിനേഷൻ പവർ കൂട്ടുക, അതുപോലെ നമ്മുടെ ആർട്സ് അങ്ങനത്തെ കാര്യങ്ങളെയൊക്കെ കൂടുതലായിട്ട് എൻകറേജ് ചെയ്യുന്നതാണ് സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്ന് പറയുക. അതുപോലെ പ്രോബ്ലം സോൾവിങ് സ്കില്ല്, സെൽഫ് എക്സ്പ്രഷനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു വെന്യൂ കൂടിയാണ് സെക്കൻഡറി എഡ്യൂക്കേഷനിൽ മെയിനായിട്ട് വരുന്നത്. അതുമാത്രമല്ല, നമ്മുടെ സെക്കൻഡറി എഡ്യൂക്കേഷൻ മെയിനായിട്ട് ഫീമെയിൽ എഡ്യൂക്കേഷനെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഗേൾസിനെ കൂടുതൽ എക്കണോമിക്കലി സ്റ്റേബിൾ ആക്കുക, ഇൻഡിപെൻഡൻ്റ് ആക്കുക, അങ്ങനെയുള്ളൊരു ലക്ഷ്യത്തോട് കൂടിയിട്ട് പ്രവർത്തിക്കുന്നതാണ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. പോരാത്തതിന് ഇതിൽ സെക്കൻഡറി എഡ്യൂക്കേഷനിൽ കുട്ടികൾക്ക് ഭാവിക്ക് വേണ്ട ഒരു ഗൈഡൻസ്, കരിയർ, അവർക്ക് മാക്സിമം സപ്പോർട്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെക്കൻഡറി എഡ്യൂക്കേഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ അവർക്ക് ഇനി കരിയറിൽ എന്താണ് ചൂസ് ചെയ്യേണ്ടത്, എന്ത് ചൂസ് ചെയ്താലാണ് എനിക്ക് കൂടുതൽ നല്ല വഴിയിലേക്ക് എത്തിച്ചേരാൻ പറ്റുക, അതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കൂടുതൽ ഗൈഡൻസും കൗൺസിലിങ്ങും ഒക്കെ കൊടുക്കുന്നുണ്ട്. അതുപോലെ കൂടുതൽ പ്രൊജക്ട്സ്, എക്സ്പെരിമെൻറ്റ്സൊക്കെ ഈ സെക്കൻഡറി ലെവൽ എഡ്യൂക്കേഷനിലാണ് വരുന്നത്. അതുപോലെ നമ്മുടെ ലബോറട്ടറി വർക്ക്, ലാബ് കാര്യങ്ങൾ, റിസർച്ചസ്, പ്രൊജക്ട്സൊക്കെ മെയിനായിട്ട് കുട്ടികൾക്ക് വരുന്നത് ഈ ഒരു സെക്കൻഡറി ലെവലിലാണ്. പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ, കുറച്ചുകൂടി എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനെ സെക്കൻഡറി എഡ്യൂക്കേഷൻ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതായത് സ്പോർട്സ്, ക്ലബ്ബ്, ഡിബേറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ ലീഡർഷിപ്പ് ക്വാളിറ്റി അവരിൽ വളർന്നു വരാൻ വേണ്ടിയിട്ടും ഒരു ടീം വർക്കൊക്കെ ഇട്ട്
ടീം വർക്ക് ഉണ്ടാവാനും പിന്നെ ടൈം മാനേജ്മെൻറ്റിനൊക്കെ അത് കുട്ടികളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് അവരുടെ ആ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനൊക്കെ വളരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓഡിയോ വിഷ്വൽ ടീച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെക്കൻഡറി എഡ്യൂക്കേഷനിൽ മാത്രമല്ല, ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കുറച്ചുകൂടി മൾട്ടിമീഡിയയുടെ യൂസേജ് ആവശ്യമാണ്. അതായത് വീഡിയോസ്, അങ്ങനെ ഓഡിയോ കൂടുതൽ അവർക്ക് വിഷ്വൽ റെപ്രസെൻറ്റേഷനിലൂടെയാണ് അവർ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ടെക്നോളജിയുടെ യൂസേജ് വളരെയധികം ആവശ്യമാണ്. സെക്കൻഡറി എഡ്യൂക്കേഷൻ്റെ ലിമിറ്റേഷൻ മെയിനായിട്ട് വരുന്നത് എന്താണ്? ഇപ്പോൾ പല സ്ഥലത്തും ടീച്ചേഴ്സിൻ്റെ ഒരു ഷോർട്ടേജ് തന്നെയാണ്. നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ പല സ്ഥലത്തും ഇങ്ങനെ ഇന്നീക്വാലിറ്റി, എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ പല സ്ഥലത്തും ഇന്നീക്വാലിറ്റീസ് വരുന്നുണ്ട്, ഇപ്പോഴും നിലവിലുണ്ട്. അതുപോലെ ഈ പല സ്ഥലങ്ങളിലും എക്കണോമിക് ആയിട്ടുള്ള കുറേ ഇനീക്വാലിറ്റീസ് കണ്ടുവരുന്നുണ്ട്. ഇനി ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് ആ ഒരു സ്റ്റുഡൻറ്റിനെ നമ്മൾ അസസ് ചെയ്യാണ്. അതായത് അസസ് സ്റ്റുഡൻറ്റ് ലേണിംഗ് കോംപ്രഹെൻസീവ്ലി, നോട്ട് ജസ്റ്റ് റീകാൾ. അതുപോലെ ഫോർമേറ്റീവ് ആൻഡ് സമ്മേറ്റീവ് അപ്രോച്ചസ് ഫോർ ഫീഡ്ബാക്ക്. പിന്നെ പ്രൊമോട്ട് ചെയ്യേണ്ട കണ്ടിന്യൂസ് ആയിട്ടുള്ള അസസ്മെൻറ്റും പ്രാക്ടിക്കൽ ഇവാലുവേഷനൊക്കെ നടത്തിയിട്ട് അവരെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ജസ്റ്റ് അവരെ ഇങ്ങനെ റിട്ടൺ എക്സാമിനോട് കൂടി മാത്രം ഇവാലുവേറ്റ് ചെയ്യുന്ന രീതി അല്ലാതെ അവരുടെ ഒരു പ്രാക്ടിക്കൽ സ്കില്ലൊക്കെ മനസ്സിലാക്കുക, അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് വരുന്നത്. ഇനി നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നതാണ്, അതായത് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ. നമുക്കറിയാം നമ്മുടെ +2 ലെവൽ, ഒരു 11th 12th ലെവലിനെയാണ് നമ്മൾ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്ന് പറയുക അല്ലേ. അതായത് നമ്മൾ ജസ്റ്റ് അവർക്ക് ഇപ്പോൾ 10th വരെയൊക്കെ നമ്മൾ കോമൺ ആയിട്ട് എല്ലാവരും ഒരു ഇത് പഠിച്ചു. പിന്നെ അത് ഹയർ സെക്കൻഡറി ലെവലിലാണ് അവർ ഓരോ സ്ട്രീമിലേക്ക് ഓരോ സ്പെസിഫിക് സബ്ജക്ട്സ് എടുത്ത് പഠിക്കണ ഒരു സ്റ്റേജ് ആണല്ലേ ഹയർ സെക്കൻഡറി ലെവലിൽ. അതായത് മെയിനായിട്ട് വരുന്ന സ്ട്രീംസാണ് സയൻസ്, കോമേഴ്സ്, ആർട്സ്, വൊക്കേഷണൽ കോഴ്സസൊക്കെ. അപ്പോൾ ഒരു സബ്ജക്റ്റിൽ അവർ സ്പെഷ്യലൈസേഷൻ ചെയ്യുകയാണെങ്കിൽ അതിലാണ് അവർ കരിയറിലേക്കുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് കൂടിയാണിത്. ഇനി ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഇതുപോലെ സ്പെഷ്യലൈസേഷൻ അവരുടെ കരിയർ ചോയ്സിലേക്കുള്ള ഒരു ഫസ്റ്റ് സ്റ്റേജാണത്. അതുപോലെ കുറേ ഹയർ എഡ്യൂക്കേഷൻ അവരുടെ ഒരു എംപ്ലോയബിലിറ്റി, ആ ഒരു സാധ്യത, തൊഴിൽ സാധ്യതയിലേക്കൊക്കെ ഉള്ള ഒരു ഫസ്റ്റ് സ്റ്റേജാണിത്. അത് അവരുടെ ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെയും റിസർച്ച് സ്കില്ലിനെയുള്ള ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സ്റ്റഡിയുടെ ഇടയിലും പിന്നെ അതുപോലെ നമ്മൾ എന്താണ് പ്രൈമറി എഡ്യൂക്കേഷൻ്റെയും ആ സ്കൂൾ ലെവൽ ലേണിങ്ങിൻ്റെയും പിന്നെ നമ്മുടെ കരിയർ ലെവൽ ലേണിങ്ങിൻ്റെയും ഇടയിലുള്ള ഒരു ബ്രിഡ്ജാണ് നമ്മുടെ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇനി വൊക്കേഷണലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഒരു എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി, കുട്ടികളെ അവരുടെ ഒരു സ്കില്ലിൻ്റെ ബേസിൽ, പ്രാക്ടിക്കൽ സ്കില്ലിൻ്റെ ബേസിലുള്ള കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുക, അവരുടെ കരിയർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന ഒരു പ്രാക്ടിക്കൽ സ്കിൽ ബേസ്ഡ് കോഴ്സസ് പ്രൊവൈഡ് ചെയ്യണതാണ് ഇത്. അതായത് സ്കൂളിൽ ലിങ്ക് സ്കൂൾസ് വിത്ത് ഇൻഡസ്ട്രീസ് ഫോർ റിയലിസ്റ്റിക് ട്രെയിനിങ്. ഇൻഡസ്ട്രീസൊക്കെ ഒന്ന് അതിലൊക്കെ എങ്ങനെയാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ സ്കൂളിൽ മനസ്സിലാക്കി കൊടുക്കുക. അതുപോലെ ഒരു അപ്ഡേറ്റഡ് കറിക്കുലം വേണം ഇതിന്. അതുപോലെ നല്ല സർട്ടിഫൈഡ് ആയിട്ടുള്ള നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള ടീച്ചേഴ്സൊക്കെ ഇതിനാവശ്യമാണ്. ഇനി യൂണിഫോം പാറ്റേൺ ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്റ്റാൻഡർഡൈസ് ചെയ്യാണ് കോർ കറിക്കുലം വൈൽ അലവിങ് ലോക്കൽ ഫ്ലെക്സിബിലിറ്റി. പിന്നെ എൻഷുർ കമ്പയറബിൾ ലേണിംഗ് ഔട്ട്കംസ് അക്രോസ് ബോർഡ്സ്. പിന്നെ ബാലൻസ് ചെയ്യണം നാഷണൽ സ്റ്റാൻഡേർഡ്സ് വിത്ത് റീജിയണൽ റെലവൻസ്. ഇനി നമ്മൾ പറഞ്ഞു ടീച്ചർ എഡ്യൂക്കേഷനാണ് അടുത്ത് പറയുന്നത്. ടീച്ചർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ പല ടീച്ചേഴ്സിനും ഇപ്പോൾ ടെക്നോളജിക്കലി കുറച്ച് ബാക്ക്വേർഡായിട്ട് സ്കൂളിലൊക്കെ കാണാറുണ്ട് അല്ലേ. അപ്പോൾ ടീച്ചേഴ്സിന് കുറച്ചുകൂടി ഈ ടെക്നോളജി പരിചയപ്പെടുത്തി കൊടുക്കുക, കൂടുതൽ സിലബസ് കറിക്കുലമൊക്കെ എപ്പോഴും അപ്ഡേറ്റ് ആകുമ്പോൾ അവർക്ക് അതിനെ കൂടുതൽ ട്രെയിനിങ് കൊടുത്ത് എല്ലാ വട്ടവും ഇങ്ങനെ അപ്ഡേറ്റ് ആക്കി കൊടുക്കുക കാര്യങ്ങൾ. അങ്ങനെയാണ് ഇത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്.
അവരുടെ വർക്കിംഗ് കണ്ടീഷൻസൊക്കെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആക്കുക. ഇതിനൊക്കെയാണ് മെയിനായിട്ട് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യണത്. ഇനി ക്വാളിറ്റേറ്റീവ് ഡെവലപ്മെൻറ്റ് പറഞ്ഞാൽ എംഫസൈസ് ലേണിംഗ് ഔട്ട്കംസ് ആൻഡ് കോമ്പറ്റൻസി ബേസ്ഡ് എഡ്യൂക്കേഷൻ. അതായത് നമ്മളെ ലേണിംഗ് ഔട്ട്കംസിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതുപോലെ കോമ്പറ്റൻസി ബേസ്ഡ് എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുക. പിന്നെ ഇൻവെസ്റ്റ് ഇൻ സ്കൂൾ ലീഡർഷിപ്പ്, ഇൻഫ്രാസ്ട്രക്ചർ, ആ സ്കൂളിലത്തെ സൗകര്യങ്ങൾ, ലാബ് കാര്യങ്ങൾ അങ്ങനത്തേനൊക്കെ അതിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ കറിക്കുലർ റെലവൻസ്, അസസ്മെൻറ്റ് പ്രാക്ടീസസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇനി ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ നേരിടുന്ന പ്രോബ്ലംസ് ആണ് പറയുന്നത്. എക്സ്റ്റൻഷൻ ഓഫ് സ്കൂളിംഗ് ഇൻക്രീസ്ഡ് പ്രഷർ ഓൺ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതുപോലെ കറിക്കുലർ ഡൈവേഴ്സിഫിക്കേഷൻ വിത്തൗട്ട് ആഡിക്വേറ്റ് റിസോഴ്സസ്, ഇൻസഫിഷ്യൻറ്റ് ഫെസിലിറ്റീസ് ഫോർ പ്രാക്ടിക്കൽ ആൻഡ് സയൻറ്റിഫിക് ഇവാലുവേഷൻ. അതായത് പ്രാക്ടിക്കലായിട്ടുള്ള സയൻറ്റിഫിക് ഇവാലുവേഷനൊക്കെ വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് ഭയങ്കര കുറവാണ്. അതുപോലെ റീജിയണൽ ഡിസ്പാരിറ്റീസ് ഇൻ അസസ് ആൻഡ് ക്വാളിറ്റി പെർസിസ്റ്റ്. അതായത് ഓരോ സ്ഥലത്തും പല സ്ഥലത്തും കുട്ടികൾക്ക് വേണ്ടത്ര വിദ്യാഭ്യാസം, പല കുട്ടികളും സ്കൂളിൽ പോകാതെ അങ്ങനെയൊക്കെ ഇരിക്കുന്നുണ്ട്. അതുപോലെ ഓരോ റീജിയൺ അനുസരിച്ചിട്ട് എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി, പലരും ഇന്നത്തെ ഈ ഹയർ സെക്കൻഡറി ലെവലിലെത്തിയ കുട്ടികൾക്കിപ്പോൾ പലരും പല കോഴ്സുകളുണ്ട് നമ്മുടെ രാജ്യത്ത്, ലോകത്ത്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു സാധ്യതകൾ, ജോലി സാധ്യതകൾ, കാര്യങ്ങൾ ഒന്നും കുട്ടികൾ പലരും അറിയാതെ പോകുന്നുണ്ട്. ഇതൊക്കെ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ പ്രോപ്പർ ഗൈഡൻസ് കൊടുക്കാൻ ആളില്ലാത്തൊരവസ്ഥ വരികയാണല്ലേ. അതൊക്കെയാണ് മെയിനായിട്ട് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനിൽ വരുന്ന ഒരു പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് സജഷൻ ഫോർ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്തൊക്കെയാണ്? ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനുള്ള സജഷൻ എന്ന് പറയുന്നത്, അതായത് അവരുടെ കഴിവിനനുസരിച്ചിട്ട് സ്റ്റുഡൻസിന് അവരുടെ സ്ട്രീമിലേക്ക് ഗൈഡ് ചെയ്യാൻ സാധിക്കണം. അതുപോലെ വെറും പേപ്പർ റൈറ്റിങ്ങിൽ മാത്രം അവരെ ഇവാലുവേറ്റ് ചെയ്യാതെ അവരുടെ പ്രാക്ടിക്കൽ സ്കില്ലും കൂടി നോക്കിയിട്ട്, അവരുടെ ഇൻട്രസ്റ്റ് നോക്കിയിട്ട് അവരുടെ സ്ട്രീമിലേക്ക് എത്തിക്കാൻ നമ്മൾ സഹായിക്കണം. ഇനി അടുത്താണ്, അപ്പോൾ ഹയർ സെക്കൻഡറി പറഞ്ഞു, സെക്കൻഡറി പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നതാണ് ഹയർ എഡ്യൂക്കേഷൻ. അതായത് നമ്മൾ +2 കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഡിഗ്രി സ്ട്രീം, അതുപോലെ ഡിഗ്രി PG അങ്ങനെ പോകില്ലേ, ആ ഒരു പോണ സ്റ്റേജിനെയാണ് നമ്മൾ ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അതായത് കവേഴ്സ് അണ്ടർ ഗ്രാജുവേറ്റ്, പോസ്റ്റ് ഗ്രാജുവേറ്റ്, റിസർച്ച് പ്രോഗ്രാംസൊക്കെ. അതുപോലെ യൂണിവേഴ്സിറ്റി ഒക്കെയാണ് ഹയർ എഡ്യൂക്കേഷനിൽ വരിക. അതായത് യൂണിവേഴ്സിറ്റിയുടെ ഗ്രോത്തിന് നന്ന ഫണ്ടിങ് ആവശ്യമാണ്. അവർക്ക് വേണ്ട ഫെസിലിറ്റീസ്, കരിയർ ഓപ്പർച്യൂണിറ്റീസ്, അതുപോലെ കൂടുതൽ ക്യാമ്പസ് സെലക്ഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് വരണം. അതിനുവേണ്ടി കൂടുതൽ ഫണ്ടിങ്, നല്ല ക്വാളിറ്റി നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള ടീച്ചേഴ്സൊക്കെ ഇതിന് ആവശ്യമാണ്. അതായത് ഇമ്പോർട്ടൻസ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇത് മെയിനായിട്ട് ഒരു കരിയർ ഓപ്പർച്യൂണിറ്റിയാണ്. അതായത് ഒരാളുടെ കരിയർ ഡിസൈഡ് ചെയ്യണ ഒരു ലെവലാണ് ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് നല്ല പെർഫെക്റ്റായി നല്ല ക്വാളിറ്റിയോടെ കൂടി ലഭ്യമാക്കാൻ ശ്രമിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് പിന്നെ ഇതിനു വേണ്ടി യൂണിവേഴ്സിറ്റിക്കൊക്കെ മെയിനായിട്ട് ഫണ്ട് കൊടുക്കുന്നതാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ, അതായത് UGC. അപ്പോൾ എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഇതുപോലുള്ള നല്ല ക്വാളിറ്റിയോടെ കൂടി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഫണ്ട് കൊടുക്കുന്നതാണ് UGC. ഇനി ഹയർ എഡ്യൂക്കേഷൻ നേരിടുന്ന പ്രോബ്ലംസ് ആണ് ക്വാളിറ്റി വേരിയേഷൻസ് അക്രോസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് കോഴ്സസ്. അതായത് ഓരോ കോഴ്സിനനുസരിച്ചിട്ടും ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചിട്ടും ഈ എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കും. അതുപോലെ പ്രോപ്പർ ഫണ്ടിങ് കിട്ടിയില്ലെങ്കിലും കോളേജസിൻ്റെ വർക്കിങ്ങിലും ഇൻഫ്രാസ്ട്രക്ചറിലും ഒക്കെ വലിയ രീതിക്കുള്ള പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. സജഷൻസ് ആൻഡ് റിഫോംസ് ഫോർ ഹയർ എഡ്യൂക്കേഷൻ. അതായത് ഇതുപോലെ ഫണ്ടിങ്, റിസർച്ചിനുള്ള ഫണ്ടിങ് കൊടുക്കുക, അതുപോലെ നല്ല സൗകര്യങ്ങൾ, ഫാക്കൾട്ടിയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്, അതുപോലെ നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിനെയൊക്കെ വയ്ക്കുക. നമ്മൾ പറയണത് ഇതിൻ്റെ ഒരു കൺക്ലൂഷനായിട്ട് നമ്മളിപ്പോൾ പറയണത്, ഇന്ത്യൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു എക്സ്പാൻഡ് ചെയ്യണ ഒരു വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ശാഖയാണ് അല്ലേ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഏറ്റവും വെറുതെ ഒരു എഡ്യൂക്കേഷൻ കൊടുക്കാന്നല്ലാണ്ട് നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള എല്ലാവർക്കും തുല്യതയോട് കൂടിയുള്ള ഒരു എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് വലിയൊരു കാര്യം തന്നെയാണ്.
അതുപോലെ വളരെ വൊക്കേഷണൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക, ഒക്യുപ്പേഷണൽ ഓപ്പർച്യൂണിറ്റീസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ലക്ഷ്യം വരുന്നത്. ഇനി നമ്മൾ MCQക്ക് കടക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് സെക്കൻഡറി എഡ്യൂക്കേഷൻ ജനറലി ഇൻക്ലൂഡ് ക്ലാസ്സസ്. ഓപ്ഷൻ എ വരുന്നത് 1 to 5, ഓപ്ഷൻ ബി 6 to 8, ഓപ്ഷൻ സി 9 to 10, ഓപ്ഷൻ ഡി 11 to 12. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് സി ആണ്, അതായത് 9 to 10 ആണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് ഇൻ സ്കൂൾസ് മെയിൻലി ഹെൽപ്സ് സ്റ്റുഡൻസ് ഇൻ. ഓപ്ഷൻ എ വരുന്നത് എൻ്റർടൈൻമെൻറ്റ്സ്, ഓപ്ഷൻ ബി എക്സാമിനേഷൻ, ഓപ്ഷൻ സി കരിയർ ആൻഡ് പേഴ്സണൽ ഡെസിഷൻസ്, ഓപ്ഷൻ ഡി വരുന്നത് സ്പോർട്സ് ഓൺലി. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, കരിയർ ആൻഡ് പേഴ്സണൽ ഡെസിഷൻസ്. ഇനി അടുത്തത് UGC സ്റ്റാൻഡ്സ് ഫോർ. ഇപ്പോൾ നമ്മൾ പറഞ്ഞു അപ്പോൾ ഓപ്ഷൻ എ വരുന്നത് യൂണിവേഴ്സിറ്റി ജനറൽ കൗൺസിൽ, ഓപ്ഷൻ ബി യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ, യൂണിവേഴ്സിറ്റി ഗ്ലോബൽ കമ്മിറ്റി, ഓപ്ഷൻ ഡി യൂണിയൻ ഗ്രോത്ത് കമ്മീഷൻ. അപ്പോൾ ഓപ്ഷൻ വരുന്നത് ആൻസർ ബി ആണ്, അതായത് യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ. ഇനി വൊക്കേഷണലൈസേഷൻ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ടു. ഓപ്ഷൻ എ വരുന്നത് ഇൻക്രീസ് റോട്ട് ലേണിംഗ്, ഓപ്ഷൻ ബി ഡെവലപ്പ് സ്കിൽസ് ഫോർ എംപ്ലോയ്മെൻറ്റ്, ഓപ്ഷൻ സി റെഡ്യൂസ് ലിറ്ററസി റേറ്റ്, ഓപ്ഷൻ ഡി പ്രൊമോട്ട് ഓൺലി സ്പോർട്സ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഡെവലപ്പ് സ്കിൽസ് ഫോർ എംപ്ലോയ്മെൻറ്റ്. ഇനി അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കീ ഒബ്ജക്റ്റീവ് ഓഫ് ഇവാലുവേഷൻ അറ്റ് ദ സെക്കൻഡറി ലെവൽ. ഓപ്ഷൻ എ വരുന്നത് റാങ്കിങ് സ്റ്റുഡൻസ് ഓൺലി, ഓപ്ഷൻ ബി എൻകറേജിങ് റോട്ട് മെമ്മറൈസേഷൻ, ഓപ്ഷൻ സി അസസിങ് ഓവറോൾ ഡെവലപ്മെൻറ്റ് ആൻഡ് സ്കിൽസ്, ഓപ്ഷൻ ഡി പനിഷിങ് വീക്ക് സ്റ്റുഡൻസ്. ആൻസർ വരുന്നത് ആൻസർ സി ആണ്, അതായത് എ അസസിങ് ഓവറോൾ ഡെവലപ്മെൻറ്റ് ആൻഡ് സ്കിൽസ്. ഇനി വിച്ച് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് മെഷർ ഫോർ ഇംപ്രൂവിങ് ഹയർ എഡ്യൂക്കേഷൻ. ഓപ്ഷൻ എ വരുന്നത് റെഡ്യൂസിങ് ടീച്ചർ ക്വാളിഫിക്കേഷൻ, ഓപ്ഷൻ ബി ഇൻഡസ്ട്രി അക്കാഡമിയ പാർട്ട്ണർഷിപ്പ്, ഓപ്ഷൻ സി റിമൂവിങ് റിസർച്ച് പ്രോഗ്രാംസ്, ഓപ്ഷൻ ഡി ലിമിറ്റിംഗ് ടെക്നോളജി യൂസ്. അപ്പോൾ ഏതാണ് ആൻസർ വരുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണല്ലേ, അതായത് ഇൻഡസ്ട്രി അക്കാഡമിയ പാർട്ട്ണർഷിപ്പ്. ഇനി 7th ക്വസ്റ്റ്യൻ വരുന്നത് രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. അത് സ്റ്റേറ്റ്മെൻറ്റ് 1 പറയുന്നത് സെക്കൻഡറി എഡ്യൂക്കേഷൻ ഫോക്കസസ് ഓൺ ഓൾ റൗണ്ട് ഡെവലപ്മെൻറ്റ് ഓഫ് ദ സ്റ്റുഡൻസ് എന്ന് പറയുന്നത്. അതുപോലെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് പറയുന്നത്, വൊക്കേഷണലൈസേഷൻ ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ റെഡ്യൂസസ് പ്രാക്ടിക്കൽ ലേണിംഗ്. അപ്പോൾ ഓപ്ഷൻ എ പറയുന്നത് ബോത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് 1 and 2 ആർ ട്രൂ, ഓപ്ഷൻ ബി പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് 1 ഫാൾസ് ആണെന്നും ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ട്രൂ എന്ന് പറയും. ഓപ്ഷൻ സി വരുന്നത് സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ട്രൂ ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ഫാൾസ്. ഓപ്ഷൻ ഡി വരുന്നത് ബോത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഫാൾസ്. അപ്പോൾ ഏതായിരിക്കും ആൻസർ? അതെ, ഓപ്ഷൻ സി ആണ്, അതായത് സ്റ്റേറ്റ്മെൻറ്റ് 1 ശരിയാണ്, സ്റ്റേറ്റ്മെൻറ്റ് 2 ഫാൾസ് ആണെന്നാണ് പറയുന്നത്. ഇനി അടുത്തത് ഹയർ എഡ്യൂക്കേഷൻ ഓൺലി ഫോക്കസസ് ഓൺ ടെക്സ്റ്റ് ബുക്ക് നോളേജ് ആൻഡ് അവേർഡ്സ് റിസർച്ച്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ദ പർപ്പസ് ഓഫ് ഇവാലുവേഷൻ ഇൻ സ്കൂൾസ് ഈസ് ഓൺലി ജഡ്ജ് സ്റ്റുഡൻറ്റ് മെമ്മറി പവർ. അപ്പോൾ ഓപ്ഷൻ എ വരുന്നത് ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് 1 and 2 ആർ ഫാൾസ്, ഓപ്ഷൻ ബി സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ട്രൂ ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ഫാൾസ്, ഓപ്ഷൻ സി വരുന്നത് സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ഫാൾസ് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ട്രൂ, ഓപ്ഷൻ ഡി വരുന്നത് ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് 1 and 2 ആർ ട്രൂ. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, അതായത് ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് 1 ഉം 2 എന്ന് പറയുന്നത് എന്താണ്, തെറ്റാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് ദ ലിങ്ക് ബിറ്റ്വീൻ ഹയർ സെക്കൻഡറി ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ മെയിൻലി ഫോക്കസസ് ഓൺ. ഓപ്ഷൻ എ വരുന്നത് ഓൺലി മോറൽ ഡെവലപ്മെൻറ്റ്, ഓപ്ഷൻ ബി പ്രിപ്പയറിംഗ് സ്റ്റുഡൻസ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡി ആൻഡ് സ്പെഷ്യലൈസേഷൻ, എലിമിനേറ്റിംഗ് എക്സാംസ്, ഓപ്ഷൻ ഡി വരുന്നത് അവോയ്ഡിങ് കരിയർ റിലേറ്റഡ് ഗൈഡൻസ്. ഓക്കെ, അപ്പോൾ ആൻസർ വരുന്നത് എന്താണ്, ഓപ്ഷൻ ബി ആണ്, അതായത് പ്രിപ്പയറിംഗ് സ്റ്റുഡൻസ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡി ആൻഡ് സ്പെഷ്യലൈസേഷൻ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇഫ് NEP റിഫോംസ് ആർ ഇംപ്ലിമെൻറ്റഡ് എഫക്റ്റീവ്ലി വിച്ച് ലോങ് ടേം ഇമ്പാക്റ്റ് ഈസ് എക്സ്പെക്റ്റഡ്.
അതെ, മോർ റോട്ട് ബേസ്ഡ് ടീച്ചിങ്. ഓപ്ഷൻ ബി ഹോളിസ്റ്റിക് മൾട്ടിഡിസിപ്ലിനറി ആൻഡ് ഫ്ലെക്സിബിൾ എഡ്യൂക്കേഷൻ സിസ്റ്റം. ഓപ്ഷൻ സി റെഡ്യൂസ്ഡ് വൊക്കേഷണൽ സ്കിൽസ്. ഓപ്ഷൻ ഡി നാരോ സബ്ജക്റ്റ് സ്പെഷ്യലൈസേഷൻ ഓൺലി. എന്തായിരിക്കും ആൻസർ വരിക? അതെ, ഓപ്ഷൻ ബി ആണ് ഹോളിസ്റ്റിക് മൾട്ടിഡിസിപ്ലിനറി ആൻഡ് ഫ്ലെക്സിബിൾ എഡ്യൂക്കേഷൻ സിസ്റ്റം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യണത്. ബാക്കി പിന്നെ ഓക്കെ, താങ്ക് യു.